ഹായ് SL ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നിങ്ങൾ അടുത്തൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാനായിട്ട് നിൽക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളാണ്, സോ നെക്സ്റ്റ് റിലേഷൻഷിപ്പിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്, ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്, സോ ആ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ, അതിന് മുന്നേ തന്നെ, അതായത് നെക്സ്റ്റ് റിലേഷൻഷിപ്പ് നിങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് മുന്നോട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ, അതായത് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ റിലേഷൻഷിപ്പിലേക്ക് പോകണം എന്നുള്ളത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ജസ്റ്റ് ഇപ്പോൾ പലരും ചിന്തിക്കുന്ന കാര്യമാണ്, എനിക്ക് ജസ്റ്റ് ഒരു ലവ് റിലേഷൻഷിപ്പ് വേണം എന്നൊരു ചിന്തയോട് കൂടിയിട്ട് പ്രണയത്തിലേക്ക് പോകുന്ന കുറേ പേരുണ്ട്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ കൂട്ടുകാരനൊക്കെ പ്രണയമുണ്ട്, അതായത് അവൻ നല്ല അടിപൊളിയായിട്ടാണ് പ്രണയിച്ച് കിടക്കുന്നത്, അവർ ഭയങ്കര രസമാണ്, അവരുടെ റിലേഷൻഷിപ്പ് ഭയങ്കര രസമാണ്, സോ എനിക്കും അങ്ങനെ ഒരാൾ വേണം, അല്ലെങ്കിൽ എനിക്കും അങ്ങനെ ഒരു കൂട്ട് വേണം എന്ന് വിചാരിച്ചുകൊണ്ട് റിലേഷൻഷിപ്പിലേക്ക് എടുത്തു ചാടുന്ന ആളുകളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ചിലപ്പോൾ അവരുടെ റിലേഷൻഷിപ്പിൽ കാണുന്ന പോലെ ആവണം എന്നില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതുപോലെ ആവണം, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലേക്ക് ഇമാജിൻ ചെയ്തുകൊണ്ട് എനിക്കൊരു റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും ഒക്കെ ഉണ്ടാക്കി എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രണയത്തിലേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ്. അതൊരിക്കലും നല്ല രീതിയിൽ മുന്നോട്ട് പോവില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിൻസിയർ ആയിട്ട് നിൽക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇമാജിൻ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്, നിങ്ങളുടെ ഫ്രണ്ടിന്റെ ലൈഫ് ഉണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ രണ്ടുപേരുടെ ക്യാരക്ടർ എങ്ങനെയാണ്, സോ ഏത് രീതിയിൽ മുന്നോട്ട് പോയാലാണ് നന്നായിരിക്കുക, ഇങ്ങനെയുള്ള നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ്. കൃത്യമായിട്ട് നിങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ മറ്റു പലരുടെ റിലേഷൻഷിപ്പ് കണ്ടുകൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു റിലേഷൻഷിപ്പ് വേണം എന്നൊരു ചിന്തയോട് കൂടിയിട്ട് ഒരു ബന്ധത്തിലേക്ക് എടുത്ത് ചാടാതിരിക്കുക. ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അവരുടെ ബോഡി അല്ലെങ്കിൽ അവരുടെ ഫേസ് കണ്ടുകൊണ്ട് ഒരിക്കലും പ്രണയത്തിലാവരുത് എന്നുള്ളതാണ്. ഇത് പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ്. നമുക്ക് ഒരാളെ പെട്ടെന്ന് കണ്ടുമ്പോഴത്തേക്കും കാണാൻ നല്ല ഭംഗിയുണ്ട്, ആള് സൂപ്പറാണ്, എന്നാൽ പിന്നെ ഇയാൾ എന്നെയാണ് പ്രണയിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രണയത്തിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അത് ശുദ്ധ മണ്ടത്തരമാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം ഈ ബോഡി ഫേസ് എന്നൊക്കെ പറയുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെടാം എന്നുള്ളതാണ്. അപ്പോൾ ആ ഭംഗി പോകുന്നത് വരെ മാത്രമാണ് നിങ്ങൾക്ക് അവർ വേണ്ടുള്ളൂ, അല്ലെങ്കിൽ അവരെ പ്രണയിക്കേണ്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രണയത്തിലേക്ക് പോവാം. അതായത് യഥാർത്ഥമായി നിങ്ങൾ പ്രണയിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ ചൂസ് ചെയ്യാം എന്നുള്ളതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും അയാളെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രണയത്തിലാവാനായിട്ട് ശ്രമിക്കുക. പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് ഉണ്ട്, പെട്ടെന്ന് കണ്ടപാടെ ഇഷ്ടപ്പെടും, എന്നിട്ട് അങ്ങോട്ട് റിലേഷൻഷിപ്പിലാവും, കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവരുടെ തനി സ്വഭാവം മനസ്സിലാക്കുമ്പോൾ എല്ലാം ഒന്ന് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറണമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്ന ആളുകൾ. അങ്ങനെ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മളൊരു ബന്ധം തുടങ്ങുന്ന സമയത്ത് അത് നമ്മൾ അവസാനിക്കുന്നവരെ കൂടെ ഉണ്ടാവണമെന്നാണ് വിചാരിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടായിരിക്കും തുടങ്ങുന്നുണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ്, അവരെങ്ങനെയാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ അവരുടെ ശരിക്കുമുള്ള സ്വഭാവം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതറിഞ്ഞുകൊണ്ട് മാത്രം ആ ബന്ധത്തിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. ഇനി മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എല്ലാ റിലേഷൻഷിപ്പിലും വഴക്കുകൾ വരാം എന്നുള്ളതാണ്. എല്ലാ റിലേഷൻഷിപ്പിലും വഴക്കുകൾ വരും, സ്വാഭാവികമാണ്. പക്ഷെ അത് വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ പല ആളുകൾ നമ്മൾ കാണാറുണ്ട്, ഇപ്പോൾ ബ്രേക്കപ്പ് കഴിഞ്ഞ ആളുകളുടെ കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും, പക്ഷേ അത് ഒത്തുതീർപ്പാവാത്തത് കൊണ്ട് മാത്രമാണ് ബ്രേക്കപ്പ് സംഭവിക്കുന്നുണ്ടാവുക. അതായത് ഒരുപാട് കുറവുകൾ ഇതിൻ്റെ ഇടയിൽ അവർ പരസ്പരം കണ്ടിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ബ്രേക്കപ്പ് സംഭവിക്കാം. അപ്പോൾ ഇങ്ങനെ ബ്രേക്കപ്പ് സംഭവിച്ചിട്ടും നിങ്ങൾക്ക് അവർ തന്നെ വേണം നിങ്ങൾ ആഗ്രഹിക്കുകയാണ്, സോ നിങ്ങൾ അവരെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു ചെറിയൊരു വഴക്ക് കഴിഞ്ഞിട്ടിരിക്കുന്ന ടൈം ആണെങ്കിൽ കൂടി നിങ്ങൾ അവർ ഒരുപാട് വിളിക്കുന്നുണ്ട്, പക്ഷെ അവർ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല, നിങ്ങളെപ്പോഴും അവോയ്ഡ് ചെയ്യുകയാണ്, ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അവരുടെ പുറകെ പോയിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അതായത് എപ്പോഴും നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്ന, അവോയ്ഡ് ചെയ്യുന്ന ഒരു പേഴ്സന്റെ പുറകെ പിന്നീട് നിങ്ങൾ റിലേഷൻഷിപ്പിന് വേണ്ടി പോവാതിരിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും അത് ശാശ്വതമായൊരു കാര്യമായിട്ട് ആവില്ല, അങ്ങനെ മാറില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്യുന്ന ആളുകൾ, നിങ്ങൾക്ക് സമയം തരാത്ത ആളുകൾ, ഒരിക്കലും നിങ്ങൾക്ക് അത് തരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇനിയിപ്പോൾ കിട്ടുകയാണെങ്കിൽ തന്നെ 1 or 2 ദിവസമോ അല്ലെങ്കിൽ കുറച്ച് ദിവസമോ അത് കിട്ടിയേക്കാം, പക്ഷെ പിന്നീട് അത് പഴയ രീതിയിലേക്ക് തന്നെ ആവാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിലൊക്കെയാണ് അവർ പെരുമാറുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എപ്പോഴും അവോയ്ഡ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങാതിരിക്കുക. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളെ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ അവർ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നുണ്ടാവും, നമ്മൾ അവർക്ക് ഒരുപാട് വാല്യൂ കൊടുക്കുന്നുണ്ടാവും, പക്ഷെ തിരിച്ചങ്ങനെ കിട്ടുന്നില്ല. റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ചും മുന്നോട്ട് പോകാനുള്ള സാധ്യതയൊക്കെ കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കാതിരിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വാല്യൂ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ്.
സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് റെസ്പെക്ട് കിട്ടുന്നത്, ആരാണ് നിങ്ങൾക്ക് വാല്യൂ തരുന്നത്, അങ്ങനെയുള്ള ഒരാളെ മാത്രം നിങ്ങൾ സ്നേഹിക്കുക. നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളെ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും അങ്ങോട്ടെല്ലാം കൊടുക്കുന്ന ഒരാളായിട്ട് മാത്രം നിങ്ങൾ നിൽക്കരുത്. റിസീവ് ചെയ്യാനും കൂടി പഠിക്കുക എന്നുള്ളതാണ്. അതായത് തിരിച്ചൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങോട്ട് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഫ്രീ ആയി കിട്ടുന്നത് എല്ലാവർക്കും എപ്പോഴും ഇഷ്ടപ്പെടണം എന്നില്ല. എപ്പോഴും ഫ്രീ ആയി കിട്ടുന്ന കാര്യങ്ങളോട് ആർക്കും പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങോട്ട് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കരുത്. ഇങ്ങോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് കൊടുക്കുക. ഇങ്ങോട്ട് തരുന്ന ആളുകളെ മാത്രം സ്നേഹിക്കാൻ ശ്രമിക്കുക. സോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന ആളെ മാത്രം നിങ്ങൾ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം, ഇതെല്ലാം മനസ്സിൽ വെച്ചതുകൊണ്ട് മാത്രം നിങ്ങൾ പുതിയൊരു റിലേഷൻഷിപ്പ് തുടങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്